സ്വാമി, ഇവിടെ വെച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടുമെന്ന് കരുതി വന്നതാ. അതിനുള്ള മാർഗം തെളിയിച്ചു തരണം സ്വാമി. ശാപം മരണമായി വേട്ടയാടുമെന്ന ഭയത്തിൽ ആ മഹാദേവന്റെ അടുത്ത് ശരണം പ്രാപിച്ചതാ. നടന്നേറിയ ദുഷ്കൃത്യങ്ങൾ നിങ്ങൾ ഇത്രയും കാലം മറന്നു. മറന്നതല്ല സ്വാമി, എല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാ പരിഹാരം കണ്ടെത്താന്നറിയാത്തോണ്ട് ഇത്രയും നാളും ജീവനും കയ്യിൽ പിടിച്ച് പേടിച്ചുകൊണ്ടാ ദിവസവും കഴിഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞതല്ലായിരുന്നോ, ശിവാലങ്കാരമാണ് സകലതിനുമുള്ള പരിഹാരമെന്ന്? അതിനുള്ള വഴി അറിയാത്തോണ്ടാണ് ഇത്രയും നാളും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. മാർഗം എന്താണെന്നറിയാവുന്ന അച്ഛന്റെ ആത്മാവ് എവിടെയോ ബന്ധിയായിരിക്കുന്നു. അച്ഛന്റെ അടുത്തുനിന്ന് യാതൊരു സഹായവും കിട്ടുന്നില്ല. ഇപ്പൊ ഈ പരിഹാരമുള്ളത് ഈ അമ്പലത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ശിവന്റെ അനുഗ്രഹം സിദ്ധിച്ച ആത്മാവ് മരണത്തീയതിയുടെ അന്ന് ബന്ധനത്തിൽ നിന്നും മുക്തി നേടി വീണ്ടും നിങ്ങളെ സഹായിക്കാനെത്തും. പക്ഷേ അതിനോടകം പ്രശ്നങ്ങൾ വല്ലാതെ രൂക്ഷമായല്ലോ സ്വാമി. കണ്ണുപോലും തുറക്കാത്ത നിന്റെ കുഞ്ഞ് പരിഹാരവും അപകടവും ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അപകടത്തെ ലെവലേശം വകവയ്ക്കാതെ നീ ഇങ്ങോടിപ്പോന്നുവല്ലേ? അതെ സ്വാമി, അപകടം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. എന്തപകടം വന്നാലും ഞാൻ സ്വീകരിച്ചോളാം. പരിഹാരം കിട്ടുകയാണെങ്കിൽ എന്റെ കുടുംബം മൊത്തത്തിലാണ് അവിടെ രക്ഷപ്പെടുന്നത് സ്വാമി. എനിക്ക് വേറെ വഴി അറിയില്ല. അങ്ങ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം സ്വാമി. പരിഹാരമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ വരുവാനിരിക്കുന്ന വലിയ അപകടങ്ങൾ നേരിടാതെ വഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ സ്വാമി, എന്തുപദ്രവം ഉണ്ടായാലും ഞാനത് സഹിച്ചോളാം. ഇനി ഒടുവിൽ ബലിയാവണമെങ്കിൽ അതിന് തയ്യാറാണ്. വൈദേഹി, എഴുത്തിയൊന്നും പറയല്ലേ. എന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള മാർഗം എന്താണെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. ആ ആഭരണങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ശാപമോചനം നേടുകയും വേണം. ശാപവിമോചനം തീർച്ചയായും നേടുവാനാകും. പക്ഷേ അതിനുവേണ്ടി നിറഞ്ഞ പൗർണമി നാളിന്റെ ബ്രഹ്മമുഹൂർത്തത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടതാണ്. അത് നടക്കും. നടക്കാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്തും ചെയ്യാൻ തയ്യാറാ. എന്തു വന്നാലും നേരിടാനും തയ്യാറാ. ശാപമോചനം ഉണ്ടായാൽ മാത്രം മതി സ്വാമി. വൈദേഹി, സ്വാമികൾ എന്താ പറഞ്ഞിട്ട് പോയെ? കണ്ണു തുറക്കാത്ത നിന്റെ വയറ്റിലെ കുഞ്ഞു പറഞ്ഞെന്നോ? അതെങ്ങനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് സംസാരിക്കാൻ പറ്റൂ? എഴുതി, എന്റെ കുഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എല്ലാം എന്നോട് പറയുന്നുണ്ട്. എന്ത്? നിന്നോട് സംസാരിക്കുന്നുണ്ടെന്ന്? അതെ എഴുതി, എന്റെ കുഞ്ഞൊരു വരപ്രസാദമാണ്. അവള് കാരണമാണ് ഇത്രയും നാളും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്നിവിടം വരെ എത്താൻ സാധിച്ചത്. ഏത് ആപത്തും എന്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്റെ മോൾ അറിയിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിശയമാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്. ഈ അനിഷ്ടങ്ങൾക്കെല്ലാം കാരണം വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന ആ പിശാചാണ്. ആ കുഞ്ഞെങ്ങാനും പുറത്തു വന്നാ പിന്നെ വൈദേഹിയും കുഞ്ഞിനെ നിലത്ത് വെക്കാതെ വരെ നോക്കും. എങ്ങനെയെങ്കിലും ആ ഗർഭം അലസിപ്പിക്കണം. പക്ഷേ ഇത്രയും നാളും ഈ സത്യം മനസ്സിലാക്കാതെ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? മഹാദേവ, എന്നോട് ക്ഷമിക്കണേ. മോളെ വൈദേഹി, നീ എന്നോട് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമില്ല. ഇങ്ങനൊരു ദിവ്യ ശിശുവിനെ ശാപമാണെന്ന് എങ്ങനെ എനിക്ക് പറയാൻ കഴിഞ്ഞത്? ഞാൻ മാപ്പർഹിക്കുന്നില്ല. ഞാൻ മാപ്പർഹിക്കുന്നില്ല വൈദേഹി, അർഹിക്കുന്നില്ല. ഒരു പ്രായശ്ചിത്തമുണ്ട്. എനിക്കിപ്പോഴാ മനസ്സിലായ. പരിഹാരത്തിനൊപ്പം എത്തുന്ന ഒരു അപകടം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ അപകടം എന്തായാലും ഞാനത് സ്വീകരിക്കും.
പരിഹാരം എന്താന്നുള്ളത് നിനക്ക് മാത്രമേ അറിയൂ. എന്റെ ഭഗവാനെ, എന്ത് അപകടമാണെങ്കിലും എനിക്ക് തന്നേക്ക്. അങ്ങനെയെങ്കിലും ചെയ്ത പാപങ്ങൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എന്റെ ജീവൻ നീ എടുത്തു. പക്ഷെ വൈദേഹിയും എന്റെ കുടുംബത്തെയും നീ രക്ഷിക്കണം. എടുത്തി, എന്തിനാ ഇത്രയും വലിയൊരു വാക്ക്? ഇത് വെറും വാക്കല്ല വൈദേഹി, എന്റെ വേദനയാണ്. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. അതിന് എന്റെ ജീവനാണ് ബലി കൊടുക്കേണ്ടതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ അതാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. എഴുതി, ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നേ. നടക്കാൻ പോകുന്നത് എന്തായാലും അതിനെ സ്വീകരിച്ചേക്കാം. അത്രയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. പരിഹാരത്തിനുള്ള മാർഗത്തിലേക്ക് നമുക്ക് നടക്കാം. എന്ത് പരിഹാരമാണ് നമുക്ക് വേണ്ടതെന്ന് സാക്ഷാൽ മഹാദേവൻ തീരുമാനിക്കും. ഒരുപാടൊന്നും ചിന്തിക്കണ്ട. ശരി, അഭിഷേകത്തിനുള്ള ചീട്ട് വാങ്ങിക്കണം. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അപകടം അടുത്ത് വരുന്നുണ്ടെന്ന് എന്റെ കുഞ്ഞുവാവ എന്നോട് പറഞ്ഞു. സ്വാമി അത് തന്നെയാ പറഞ്ഞത്. ഞങ്ങളുടെ കുടുംബത്തോട് എന്തിനാ ഇത്രയും ദേഷ്യം? മഹാദേവാന്ന് മനസ്സറിഞ്ഞു വിളിച്ച ഏത് മുൾക്കാട്ടിലാണെങ്കിലും ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഓടിയെത്തുന്നയാളല്ലേ. പിന്നെന്താ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞങ്ങളുടെ അലിവ് തോന്നാത്തത് എന്തുകൊണ്ടാ മഹാദേവ? കർമ്മഫലം അനുഭവിക്കാതെ വഴിയില്ലെന്നാണെങ്കിൽ അനുഭവിച്ചോളാം. പക്ഷെ ഞങ്ങളുടെ വംശം വേറേറ്റു പോവാത്ത വിധത്തിൽ ശാപമോചനം നൽകണം ദേവ. അപകടം എന്തായാലും അത് എന്നോട് കൂടെ തീരുന്ന വിധത്തിലാക്കി തരൂ. നീ ഇവിടെ ഇറങ്ങടാ. ഇവിടെയോ? നമുക്ക് അമ്പലത്തിലേക്കല്ലേ പോകണ്ടേ? അമ്പലത്തിലേക്ക് പോകാനുള്ള ഏക വഴിയാടാ ഇത്. ഒരു പക്ഷെ അവരവിടെ നിന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഇവിടെ നീ അവരെ കൊന്നു കളഞ്ഞേക്കണം. ഓക്കെ മാഡം. വൈദേഹി, വൈദേഹി എവിടെ പോയതാ? എന്നെ തിരക്കി പോയതായിരിക്കോ? ചന്ദ്രികെ, എന്താ ഇത്? നിനക്ക് അടങ്ങാറായില്ലേ? നന്നാവില്ലേ നീ? നീ കാലുവാരിയ പോലെ ഞാനും ചെയ്യുമെന്ന് നീ കരുതിയോടി? ആ കുടുംബത്തിൽ ഒരു ജീവൻ പോലും ബാക്കിയാവരുത്. എന്നാലേ എന്റെ പക തീരൂ. എന്നിട്ട് ഞാൻ വളരെ നല്ലവളായിക്കൊള്ളാം. നീ നല്ലവളായി അവരുടെ പക്ഷത്ത് ചേർന്നതുകൊണ്ട് നീയും എന്റെ ശത്രുവായിപ്പോ. നിന്നിൽ നിന്ന് ഞാൻ തുടങ്ങിക്കൊള്ളാം മരണമാല. എടാ, പിടിക്കടാ അവളുമാരെ, പിടിക്കടാ. വൈദേഹി, എടുത്ത് ഇവിടെ നിന്നോ. എടുത്തി, ഒരിക്കലും അവളുടെ കണ്ണി ചെന്ന് പെടരുത്. ശരി വൈദേഹി, ഞാൻ നോക്കിക്കൊള്ളാം. നീ സൂക്ഷിച്ചു. എടാ, അവളുമാര് എവിടെയാന്ന് നോക്കടാ. നോക്കാൻ എല്ലാം എടുത്ത് നോക്ക്. എടുത്ത് പേടിച്ച് ശരിക്കും നോക്ക്. എടാ, അവൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പിടിക്കേ, വേഗം പിടിക്കേ. വൈദേഹി, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ അവർക്ക് പിടികൊടുക്കുന്നു. അവൾ ആ വഴിക്കും സ്ഥലം വിട്ടു, ഇവൾ ഈ വഴിക്കും വിട്ടു. എന്നാലും വിടാൻ പാടില്ല. ഡാ, വണ്ടി എടുക്കടാ. എടുക്കാം മാഡം. വൈദേഹി, വൈദേഹി, അയ്യോ വൈദേഹി, 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 അയ്യോ വൈദേഹി, വൈദേഹി, എവിടെയും കാണുന്നില്ലല്ലോ. ചന്ദ്രിക എങ്ങാനും അവളെ പിടികൂടി കാണൂ. എന്നെ
അവളെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ ജീവൻ എന്തിനാ പണയം വെച്ച്? ഇത് വേണ്ടിയിരുന്നില്ല വൈദേഹി. നീ ഇല്ലാണ്ടായ നമ്മുടെ അടുത്ത തലമുറയാ വേറിട്ട് പോവാ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിനക്കൊന്നും സംഭവിക്കരുത്, ഞാൻ രക്ഷിക്കും നിന്നെ. ഹലോ എടത്തി, എടത്തി എവിടെയുള്ളേ? ദേവാ, വൈദേഹി. എന്താ എടത്തി? വൈദേഹി ഞാനും അമ്പലത്തിൽ വന്നു. പക്ഷേ എന്താ സംഭവിച്ചേ? എന്തിനാ എടത്തി കരയുന്നേ? ദേവാ, നടക്കാൻ പാടില്ലെന്ന് പേടിച്ചത് തന്നെ ഇപ്പൊ നടന്നിരിക്കുക. അമ്പലത്തിലേക്ക് ചന്ദ്രിക വന്നിരിക്കുക. എന്നെ കൊല്ലാൻ വട്ടം കൂടി. അപ്പോ ചന്ദ്രിക പിടിച്ചോണ്ട് പോയതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ദേവാ. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാ ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നേ. ഇവിടെ എത്തുന്നതുവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ദേവാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു. പേടിയാവുന്നു ദേവാ, നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. ഞാൻ ഇപ്പൊ തന്നെ വരുവാ, ഒരു മിനിറ്റ്. വൈദേഹി, മാഡം അവളെ കാണുന്നില്ല. ഡാ, വൈദേഹി എവിടെയാടാ? അവൾ ഇതിലെ വന്നിട്ടില്ല മാഡം. അപ്പൊ അവൾ ആ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ചെന്ന് നോക്ക് പെട്ടെന്ന്. ശരി മാഡം. ചെല്ല. നോക്കാം മാഡം. വാ. എടാ, നീയും ചെന്ന് അവൾ എവിടെയാന്ന് നോക്ക്. ദേവാ. എടത്തി, എടത്തി, വൈദേഹി എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല ദേവാ, അമ്പലത്തിൽ എല്ലായിടത്തും നോക്കി. ചന്ദ്രിക പിടിച്ചതാവുന്ന എന്റെ പേടി. ഇല്ല എടത്തി, ആ ചന്ദ്രിക ഏട്ടത്തെ കൊല്ലാൻ വേണ്ടി ഇവിടെ വന്നത്. വൈദേഹിയെ പിടിച്ച് അവരുടെ കൂടെ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. കണ്ടിരുന്നെങ്കിൽ അവരിവിടെ വെച്ച് തന്നെ കൊന്നേനെ. അതല്ല, ഇനി പിടിച്ചോണ്ട് പോയെങ്കിൽ ഇപ്പൊ അവരുടെ ഫോൺ ഉറപ്പായും വന്നേനെ. അങ്ങനെയൊന്നും വരാത്തതുകൊണ്ട് വൈദേഹിയുടെ ജീവന് തൽക്കാലം അപകടമൊന്നുമില്ലെന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ പിടിച്ചോണ്ട് പോയായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവരെന്നെ വിളിച്ചേനെ. അതുകൊണ്ട് തന്നെ വൈദേഹി എവിടെയോ സുരക്ഷിതമായി ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള ഉറപ്പാ. എന്റെ വൈദേഹിക്ക് ഒന്നും പറ്റില്ല എടുത്തി, അതെനിക്ക് ഉറപ്പാ. അവൾ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. അമ്പലത്തിലൊക്കെ ഞാൻ നോക്കിയതാ ദേവ, അവൾ അവിടെ എങ്ങുമില്ല. എടത്തി, അമ്പലം കഴിഞ്ഞ ഒരു ജംഗ്ഷൻ അല്ലേ? ഒരുപക്ഷെ അവിടെ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കുകയാണെങ്കിലോ? ഞാൻ നോക്കിയിട്ട് വരാം എടുത്തി. ദേവാ, മാഡം, മാഡം. എന്തു പറ്റി? കണ്ടായിരുന്നോ? ഇല്ല മാഡം, എല്ലായിടത്തും നോക്കിയതാ, അവരിവിടെ എങ്ങുമില്ല. എവിടെ നീ നോക്കിയത്? വഴിവെക്കത്താണോ? അവള് വല്ല വീട്ടിനകത്തും കയറി ഇരിക്കുകയാണെങ്കിലോ? ഓരോ വീണും കയറി ഇറങ്ങി നോക്ക്. ആരെങ്കിലും തടസ്സപ്പെടുത്താൻ വന്നാ അവരെയും കൊന്നു കളഞ്ഞേക്ക്. ചെല്ലടാ. ശരി മാഡം. ആള് കൊള്ളാലോ, എന്റെ കണ്ണിൽ പൊടി തൂക്കി രക്ഷപ്പെട്ടിരിക്കുന്നോ? വൈദേഹി, അവൾ ആ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൾ ആ ജംഗ്ഷനിൽ കാണും. ഏത് നേരത്തായാലും നീ പുറത്ത് വന്നേ തീരൂ. അവളെ കൊന്നു കുഴിച്ചു മൂടാതെ ഞാൻ ഇവിടെ നനങ്ങാൻ പോന്നില്ല. ഇന്നവളുടെ ശവം എനിക്ക് കാണണം, എന്നാലേ എന്റെ പക തീരൂ. വൈദേഹി, വൈദേഹി. ഇവിടെ തന്നെ നിൽക്കാണല്ലോ. സിംഹത്തിന്റെ വായിന്ന് രക്ഷപ്പെട്ട് പുലിയുടെ വായി ചെന്ന് പെട്ട പോലെയായി. ചന്ദ്രികയുടെ കാറിൽ തന്നെ വന്ന് പെട്ടുപോയല്ലോ. ഇപ്പൊ കാറിൽ നിന്നിറങ്ങിയ ചന്ദ്രിക എന്നെ വന്ന് പിടികൂടും എന്നും പറഞ്ഞ് കാറിൽ തന്നെ ഇരുന്നാൽ അബദ്ധം. രക്ഷപ്പെടാൻ എന്താ ഒരു വഴി?
വൈദേഹി, എന്തായടാ, കിട്ടിയോളെ? ഇല്ല മാഡം, പക്ഷേ ഒരു വീട് മാത്രം ചെക്ക് ചെയ്തില്ല. എത്ര തട്ടിയിട്ട് അവര് തുറക്കുന്നേ ഇല്ല. ചിലപ്പോ അവിടെ ഉണ്ടെങ്കിലോ. എന്നാ പിന്നെ ഇങ്ങോട്ട് എന്തിനാ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയി നോക്കാം. ശരി, മാഡം. ഞാനും വരാം. നന്ദി ഭഗവാനെ, അവരോടൊന്ന് പോയല്ലോ. എന്റെ ഹൃദയം എന്നോട് പറയുന്നുണ്ട്, നീ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. വൈദേഹി, ദേവേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ ചന്ദ്രിക എങ്ങാനും കണ്ട കൊന്നു കളയല്ലോ. ദേവേട്ടാ, 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 ദേവേട്ടൻ, ദേവേട്ടാ, വൈദേഹി, ദേവേട്ടാ, നിക്ക് ദേവേട്ടാ. വൈദേഹി, 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 ദേവേട്ടാ, വൈദേഹി. ഛേ. ദേവേട്ടാ, 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 എഴുന്നേക്ക് ദേവേട്ടാ. ചക്കിക്ക് വെച്ചത് ശങ്കരനും ഉണ്ടല്ലോ. മാഡം, മാഡം, ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. ഇവിടെ നമുക്ക് പോയേക്കാം, വാ. ഇല്ലടാ, ഇന്ന് എനിക്ക് അവളെ കൊന്നേ തീരൂ. അയ്യോ മാഡം, ഇപ്പൊ പോലീസ് ഇങ്ങ് വരുവേ. വേഗം നമുക്ക് രക്ഷപ്പെടാം, വാ. വാ, വാ. ഇനി ഇവിടെ വേഗം വാ. നിൽക്കുന്നത് മതിയല്ല. ദേവേട്ടാ, 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 എണീക്ക് ദേവേട്ടാ, ദേവേട്ടാ, എണീക്ക് ദേവേട്ടാ, പ്ലീസ് ദേവേട്ടാ, 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 എണീക്ക്. എന്തിനാ ദേവേട്ട ഇങ്ങനെ ചെയ്തേ? എന്റെ ജീവൻ പോയാ പോവട്ടെ. എന്തിനാ ദേവേട്ടൻ ഇങ്ങനെ ചെയ്തേ? ദേവേട്ടാ, ദേവേട്ടാ, എഴുന്നേക്ക് ദേവേട്ടാ. ദേവാ, എടുത്തി ഇങ്ങോട്ടൊന്ന് നോക്കി. ഒരു കാര്യമില്ലാതെ ഇടയ്ക്ക് കയറിയതാ. ആ ചന്ദ്രികയുടെ അടുത്ത് എന്നെ രക്ഷിക്കാൻ വേണ്ടി ദേവേട്ടൻ നീ ബുള്ളറ്റ് ഏറ്റുവാങ്ങി. ദേവേട്ടാ, 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 ദേവാ, 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 എഴുന്നേക്ക്. വൈദേഹി, ദേവനൊന്നും പറ്റില്ല. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ദേവേട്ടാ, ഇതിനെല്ലാറ്റിനും ഞാനാ കാരണം. ദേവേട്ടാ, ഇവിടെ ആപത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും ദേവേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ അനുസരിക്കാതെ ഇങ്ങോട്ട് പോകുന്നതിന് എന്തിനാ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദേവേട്ടൻ ഇടയ്ക്ക് കയറി വന്നത്? ദേവേട്ടാ, ദേവേട്ടാ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് ആംബുലൻസ് അയക്കണം. എണീക്ക് ദേവേട്ടാ, ദേവേട്ടാ, ദേവാ, ദേവേട്ടാ, ദേവേട്ടാ, ദേവാ, ദേവേട്ടാ,
കണ്ണ് തുറക്ക് ദേവേട്ട, കണ്ണടങ്ങി. നമ്മള് 3 പേരും ഒന്നല്ലേ പറഞ്ഞ് ദേവേട്ടൻ ഇല്ലാതായി എങ്ങനെയാ? എടുത്തി എന്തെങ്കിലും ഒന്ന് ചെയ്യടത്തി ദേവേട്ട. ഹലോ ഊർമിളെ, നിങ്ങൾ എവിടെയാ? ദേവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നല്ലോ. അജേട്ടാ, ദേവൻ ഇവിടെ. എങ്ങനെയാ ഞാൻ പറയാ? അജേട്ടൻ എത്രയും പെട്ടെന്ന് മെഡിക്കൽ സെന്ററിലേക്ക് വരാൻ നോക്ക്. ഹോസ്പിറ്റലിലേക്കോ? അതെന്തിനാ? അയ്യോ, ചന്ദ്രിക ദേവന് ഷൂട്ട് ചെയ്ത അജേട്ടാ. അജേട്ടൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വാ. ദേവാ, ദേവാ. അമ്മ, വൈദേഹി ഊർമിള ഇതുവരെ കാണുന്നില്ലല്ലോ. ദേവൻ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയതായിരിക്കണം. അവൻ അവരെയും കൊണ്ട്